നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്നെന്നറിയോ, SOP ഫോം അതാണല്ലോ ഇന്നലെ പറഞ്ഞു തന്നിട്ടിരുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. F of x plus z into x bar plus y. ഇത് കണ്ടാ അറിയാം നമുക്ക് എന്താണ് POS ഫോമാണ്. ശരിയല്ലേ? ഇതിന് നമുക്ക് എന്ത് വേണം? ഇന്നലെ നമ്മൾ ചെയ്ത കാനോനിക്കൽ POS വേണം, SOP വേണം. ചെയ്തോളാം. കാനോനിക്കൽ POS ഫോമിൽ പൈ എം എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും, SOP ഫോമിൽ സിഗ്മ എം എന്ന് പറഞ്ഞ് എഴുതും. ശരിയല്ലേ? ഒരേ ഫംഗ്ഷനെ തന്നെ രണ്ട് രീതി റെപ്രസെന്റ് ചെയ്തു. ശരിയല്ലേ? അപ്പൊ എഫ് ഓഫ് എക്സ് പ്ലസ് സെഡ് ഇൻറ്റു എക്സ് ബാർ പ്ലസ് വൈ, അതിന്റെ POS ഫോമിൽ നിന്ന് നമുക്ക് എന്ത് വേണം? കാനോനിക്കൽ POS ഫോമും കാനോനിക്കൽ SOP ഫോമും. 1367. റൈറ്റ്. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞേ എല്ലാവരുടെ പറഞ്ഞേ. മാക്സ് ടേം 0 പൈ. മാക്സ് ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന എപ്പോഴും പ്രൊഡക്റ്റ് ഓഫ് ആയിട്ടായിരിക്കും. അപ്പം പ്രൊഡക്റ്റ് ഓഫ് മാക്സ് ടേം എഴുതുന്ന പൈ എം 0245. മിൻ ടേമിന്റെ കേസ് നമ്മൾ സമ്മായിട്ട് എഴുതുന്നത് സിഗ്മ എം സ്മോൾ ലെറ്റർ എം 1367. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഓക്കെ ആണോ? നമുക്കൊന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ടേം എക്സ് പ്ലസ് സെഡ് ആണ്. അപ്പൊ 0xyzന്റെ ഇവിടെ ഇപ്പം നമുക്ക് എഴുതുന്നത് മാക്സ് ടേമിലാണ്. അതുകൊണ്ട് തന്നെ ഇത് ബാർ ഇല്ലാത്തതുകൊണ്ട് 0 എന്ന് എടുക്കും. അപ്പൊ 0 0 0 0 1 0 ഈ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. രണ്ടാമത്തെ ടേമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1xyz. എക്സിന്റെ വാല്യൂ ബാറിലുണ്ട് 1, വൈയുടെ വാല്യൂ 0, സെഡിന്റെ വാല്യൂ നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് 1 0 0 1 0 1. അപ്പൊ ഇത് ഏതൊക്കെയാണ് വാല്യൂ? പൈ അല്ലെ ഇവിടോട്ട് എഴുതാം, അല്ലെ ഫങ്ഷൻ ഓഫ് XYZ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? പൈ എം ഈ പറഞ്ഞ ഇതേതാണ് 0 2 4 5 0 2 4 5. ഓക്കെ അല്ലെ? ഇനി ഇതിന്റെ ബാക്കിയായിട്ട് എന്ത് എഴുതാം? സിഗ്മ എം 1 3 6 7. എല്ലാം ഒന്ന് തന്നെയാണ് പറയുന്നത്. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നയന ഇന്നലെ ക്ലാസ്സിലുണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? നയനയ്ക്കും കിട്ടിയായിരുന്നോ? ഓക്കെ റൈറ്റ്. M0 M1 M4 M5. M1 ഇല്ല, M2 ആ ഉള്ളത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ ഓക്കെ അല്ലേ നയന? കഴിഞ്ഞ ക്ലാസിന്റെ പോർഷൻസ് ഒന്ന് കാണണം കേട്ടോ. ഇപ്പൊ കിട്ടിയോ? ഓക്കെ റൈറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇനിയും പറയുന്നത് എന്താണെന്നറിയോ, നമ്മൾ നമുക്ക് ഈ പറയുന്ന രണ്ട് നാൻഡ് ഗേറ്റ് വെക്കും. എയും ബിയും സിയും ഡിയും. ഔട്ട്പുട്ട് എന്തായിരിക്കും പറഞ്ഞേ? ഇതിപ്പോ ഇവിടെ പറയുമ്പോണ്ടല്ലോ, ഇത് ആദ്യത്തെ സ്റ്റേറ്റ് സെക്ഷൻ 1 എന്ന് പറയാം, അല്ലെങ്കിൽ സെക്ഷൻ 1, ഇത് സെക്ഷൻ 2. അപ്പൊ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കും. സെക്ഷൻ 1 സെക്ഷൻ 2 നമ്മൾ എന്ത് കൊടുത്തു? നാൻഡ് ഗേറ്റ് കൊടുത്തു. ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. യെസ്, എ ബി. അതെങ്ങനെയാ നയന കിട്ടിയത്? AB പ്ലസ് CD എന്ന് കിട്ടും. കിട്ടുന്നില്ല നയന? ഒന്നുകൂടെ ചെയ്ത് നോക്ക്. അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഡിമോർഗൻസ് വളരെ സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി, തെറ്റിക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് നോക്ക്. യെസ്. അപ്പൊ AB പ്ലസ് CD എന്ന് കിട്ടും. അനുസരിക്കും കിട്ടി അല്ലേ? റൈറ്റ്. എല്ലാവരും കിട്ടുന്നുണ്ടോ? രണ്ട് നാൻഡ് ഗേറ്റ് സെക്ഷൻ, രണ്ട് നാൻഡ് ഗേറ്റ് എന്നല്ല, രണ്ട് സെക്ഷനിലും നാൻഡ് ഗേറ്റ് തന്നെ കൊടുത്തു. AB പ്ലസ് CD കിട്ടും. ഈ AB പ്ലസ് CD എന്ന് പറഞ്ഞാൽ ഏത് ഫോമാണ്?
SOP ഫോമാണ്. ശരിയല്ലേ? അപ്പൊ SOP ഫോം വേണമെങ്കിൽ നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ രണ്ട് സെക്ഷനിലും എന്ത് കൊടുക്കും? നാൻഡ് ഗേറ്റ് കൊടുക്കും. ക്ലിയർ ആണോ പറഞ്ഞു വരുന്നത് എല്ലാവർക്കും? അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ആക്ച്വലി നമ്മൾ SOP എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? SOP എന്ന് പറഞ്ഞാൽ AB, ആദ്യം നമുക്ക് രണ്ട് ആൻഡ് ഗേറ്റ്, അത് നമ്മൾ എങ്ങോട്ട് കൊടുത്തു? ഓർ ഗേറ്റിലോട്ട് കൊടുത്തു. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് Y എന്തായിരിക്കും? ABCD. അപ്പൊ നമുക്ക് Y ഔട്ട്പുട്ട് എന്തായിരിക്കും? AB + CD. ഇത് ഏത് ഫോമാണ്? SOP ഫോമാണ്. അങ്ങനെ SOP ഫോം വേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? യൂണിവേഴ്സൽ ഗേറ്റ് വെച്ച് രണ്ട് സെക്ഷനിലും, അല്ലാതെ നമ്മൾ രണ്ടെന്നല്ല ഉദ്ദേശിച്ച്, ആദ്യത്തെ സെക്ഷനിലും ഈ നാൻഡ് ഗേറ്റ് കൊടുത്ത് രണ്ടാമത്തെ സെക്ഷനിലും നാൻഡ് ഗേറ്റ് കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നത് SOP ഫോം ആയിരിക്കും. ഇതേപോലെ തന്നെയാണ് നമ്മൾ അടുത്തത് പറയുന്നത്. രണ്ട് സെക്ഷനിലും നമ്മൾ എന്ത് കൊടുക്കുന്നു? സോറി, ഇതല്ല, നോർ ഗേറ്റ്. ഔട്ട്പുട്ട് Y ABCD. നമ്മളിവിടെ പറയുന്ന ആദ്യത്തെ സെക്ഷനിലും ഫസ്റ്റ് സെക്ഷൻ 1, ഇത് സെക്ഷൻ 2, രണ്ട് സെക്ഷനിൽ നമ്മൾ എന്ത് കൊടുത്തു? ഈ പറഞ്ഞു വന്ന നോർ ഗേറ്റ് കൊടുത്തു. ആ സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്തായിരിക്കും? A+B × C+D എന്ന് പറഞ്ഞാൽ അത് ഏത് ഫോമാണ്? POS ഫോമാണ് അല്ലേ? എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അനുസരം കിട്ടി, സജനെ കിട്ടി, നയനക്ക് കിട്ടി. പറഞ്ഞ് സുജിത, സാലിക്ക് കിട്ടി, സുജിതക്ക് കിട്ടിയോ? സുജിത ഓക്കെ അല്ലേ? പറഞ്ഞേ സുജിത. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, സുജിതക്ക് കിട്ടിയില്ലേ ആൻസർ? ഓക്കെ അല്ലേ? A+B × C+D. ആക്ച്വലി ഇത് ഏതാണ്? POS ഫോമാണ്. നമുക്ക് ശരിക്കും POS ഫോം കിട്ടിയാൽ സുജിതയ്ക്കും കിട്ടി. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ ചോദിച്ചാൽ, ഇവിടെ നമ്മൾ POS ഫോം ആണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞു വന്ന ഓർ ഗേറ്റ് കൊടുത്തു. അതിനുശേഷം എയും ബിയും സിയും ഡിയും, അത് നമ്മൾ എങ്ങോട്ട് കൊടുത്തു? ആൻഡ് ഗേറ്റിലോട്ട് കൊടുത്തു. ഓർ ആൻഡിന് പകരം, ഇപ്പൊ സെക്ഷൻ ബേസിലാണ് സംസാരിക്കുന്നത്, ഓർ ആൻഡിന് പകരം നമ്മൾ എന്ത് കൊടുത്താൽ മതി? നോർ കൊടുത്താൽ മതി. ഓർ ആൻഡിന് പകരം. ക്ലിയർ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് POS ഫോമിന് വേണ്ടി ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ എന്ത് കൊടുക്കും? രണ്ടാമത്തെ ഓറും കൊടുക്കും, രണ്ടാമത്തെ സെക്ഷനിൽ ആൻഡ് കൊടുത്താൽ നമുക്ക് POS ഫോം കിട്ടി. എന്നാൽ നമ്മളിത് യൂണിവേഴ്സൽ ഗേറ്റ് വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നോറും അപ്ലൈ ചെയ്യും. ഓക്കെ എന്ന് വിശ്വസിക്കും. ഇനി നമ്മൾ പറയുന്നത് ആദ്യത്തെ സെക്ഷനിൽ നാൻഡും രണ്ടാമത്തെ സെക്ഷനിൽ നോറും ചെയ്തോളാം. ആദ്യത്തെ സെക്ഷനിൽ നാൻഡും രണ്ടാമത്തെ സെക്ഷനിൽ വാല്യൂ കൊടുക്കുമ്പോൾ ABCD തന്നെ കൊടുത്താൽ മതി. ABCD കിട്ടും. റൈറ്റ് ആണ്. സാലിക്ക് ABCD കിട്ടി. AB × CD എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സജന ABCD. റൈറ്റ് ആണ്. നോ പ്രോബ്ലം. തെറ്റ് വരുന്നതിനൊന്നും പ്രോബ്ലം ഇല്ല സാരി. കാരണം എന്താണെന്നറിയോ? ഇപ്പൊ തെറ്റ് വന്നാലും നമുക്ക് പിന്നീട് തെറ്റ് വരാതിരുന്നാൽ മതി. അപ്പൊ ABCD ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമെന്ന്, ഇവിടെ ആരാ ഒരാളുടെ ചെയ്യാറുണ്ടല്ലോ? സുജിത ചെയ്തില്ലേ? സുജിത ഓക്കെ ആണോ പറഞ്ഞു വരുന്നത്? ABCD കിട്ടുന്നില്ലേ? ഇല്ലെങ്കിൽ നമുക്ക് വേണേ ഒരു കാര്യം പറയാം, ആൻഡ് ഗേറ്റ് കിട്ടിയെന്ന് പറയാം. ശരിയല്ലേ? സുജിതയ്ക്ക് ഓക്കെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ ചോദിച്ചാൽ, ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് ABCD ആണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇതിന് അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ നെറ്റ്വർക്ക് നമ്മൾ പറയും ഡീജനറേറ്റീവ് ആണ്. ഡീജനറേറ്റീവ് സർക്യൂട്ട് ആണ്. ഇതിന്റെ കാരണം എന്താ ചോദിച്ചാൽ, നമുക്ക് ആൻഡ് ഗേറ്റ് ഒരെണ്ണം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ
നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ABCD എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇത്ര വലിപ്പത്തിൽ കൊടുക്കാം. ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ശരിയല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടുണ്ടോ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയും ഒരു ഗേറ്റിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടുകളുടെ എണ്ണമാണ് ഫാനിൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ അത് എപ്പോഴും മിനിമം ആയിരിക്കും നല്ലത്. മിനിമം ആയിരിക്കുന്നതാണ് നല്ലത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കാര്യം അറിയാം, ഈ സർക്യൂട്ട് ശരിക്കും പറഞ്ഞാൽ എന്താണ്, 3 ഗേറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഗേറ്റിലോട്ട് വരുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 2 ആ 2 കൂടുതൽ അല്ലെങ്കിൽ മിനിമം ഇതിലൊക്കെ 2 വരുന്നത്. പിന്നെ നോട്ട് ഗേറ്റ് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ ഈ പറയുന്ന 2 ആണെങ്കിൽ ഗേറ്റ് വർക്ക് ചെയ്യാൻ നല്ലതായിരിക്കും. അപ്പൊ ഫാനിൻ കുറയ്ക്കും നല്ലതായിരിക്കും. അങ്ങനെയുള്ള സർക്യൂട്ടിനെ നമ്മൾ എന്ത് വിളിക്കും? ഡീജനറേറ്റീവ് സർക്യൂട്ട്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞു വന്ന യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് ഗേറ്റുകൾ നമ്മൾ എന്ത് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നു? യൂണിവേഴ്സൽ അല്ലെങ്കിൽ മറ്റ് ഗേറ്റുകൾ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീജനറേറ്റീവ് സർക്യൂട്ട്. ഓക്കെയാണ്. അപ്പൊ നമുക്ക് ഇതേപോലെ നമുക്ക് എന്തുകൂടെ പറയാം? NOR NAND പറയാം. പറഞ്ഞ അതുകൊണ്ടൊന്ന് പറഞ്ഞേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തിരിച്ചു പറയാൻ പറ്റും. ശരിയല്ലേ? NOR NAND. എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ നയന. നമ്മൾ പറഞ്ഞു വരുന്നത് നമുക്ക് വേണ്ട ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോ ചെയ്തത് ആൻഡ് ഗേറ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു 2x2 NOR NAND ഗേറ്റ് വെച്ച്. ശരിയല്ലേ? ഇൻപുട്ട് ഫാനിൻ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റി. അത്ര ഉദ്ദേശമുള്ളൂ. ഈ ഫാനിൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ സർക്യൂട്ടുകളിൽ ഗേറ്റുകളുടെ എണ്ണം കൂട്ടി നമ്മൾ ഒരു ഇപ്പൊ 4 ഫാനിനുള്ള ആൻഡ് ഗേറ്റ് 2 ഇതുള്ള എന്ത് വെച്ചുണ്ടാക്കി? നാൻഡും നോറും വെച്ച് നമ്മൾ ഉണ്ടാക്കി. ആദ്യത്തെ സെക്ഷനിൽ നാൻഡ് കൊടുത്തു, രണ്ടാമത്തെ സെക്ഷനിൽ നോറ് കൊടുത്തു. ഇപ്പോഴത്തെ സർക്യൂട്ട് നോക്ക്, ആദ്യത്തെ സെക്ഷനിൽ നോറ് കൊടുത്തു, രണ്ടാമത്തെ സെക്ഷനിൽ നാൻഡ് കൊടുത്തു. നമ്മൾ ഈ പറയുമ്പോൾ ഇവിടെ എല്ലാം പറയുമ്പോൾ ആ സെക്ഷനോട് ഒന്ന് വരച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. സെക്ഷൻ 1, സെക്ഷൻ 2. അപ്പൊ സെക്ഷൻ 2 വെച്ചിട്ട് നമുക്ക് ഫംഗ്ഷൻ ഉണ്ടാക്കിയെടുത്താണ്. ഏതാണ്? A+B+C+D. ഇതേതാണ്? ഓർ ഗേറ്റ്. ഈ ഓർ ഗേറ്റിന് ആക്ച്വൽ പ്രാക്ടീസിൽ എത്ര ഇൻപുട്ട് ഉണ്ടാകണം? 4 ഇൻപുട്ട് ഉണ്ടാകണം ഔട്ട്പുട്ട് കിട്ടാൻ. ശരിയല്ലേ? നമ്മൾ മാക്സിമം ഇങ്ങനെയുള്ള സർക്യൂട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഉള്ള സർക്യൂട്ടിനെ നമ്മൾ 2 ഗേറ്റ് ഉള്ള ഫാനിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനെ സർക്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് ഡീജനറേറ്റീവ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ഇനി അടുത്തൊരു കാര്യം പറയാം. ഇതാണ് നാൻഡ് ഓർ. നാൻഡ് ഓർ
എ ബാർ പ്ലസ് ബി ബാർ പ്ലസ് സി ബാർ പ്ലസ് ഡി. ഇത് ഏതാണ് അനുശ്രീ? ഏതാ ഇത്? ഗേറ്റ് പറയുമ്പോ ഏതെന്ന് പറയാം. ഇത് ഏത് ഗേറ്റ് ആണ് അനുശ്രീ? നാൻഡ് ഗേറ്റ്. റൈറ്റ്. ഇത് എന്ത് സർക്യൂട്ട് തന്നെയാണ്? ഡീജനറേറ്റീവ് സർക്യൂട്ട് തന്നെയാണ്. നമ്മൾ 4 കാലുള്ള നാൻഡ് ഗേറ്റിന് പകരം 2 കാലുകളുള്ള ഗേറ്റർ ഉണ്ടാക്കി. അതുകൊണ്ട് ഇത് ഡീജനറേറ്റീവ് സർക്യൂട്ട് തന്നെയാണ്. ഫാനിൻ കുറച്ചു എന്നാണ് പറയുന്നത്. ഫാനിൻ കുറയ്ക്കുന്ന സർക്യൂട്ട് ഡീജനറേറ്റീവ് സർക്യൂട്ടാണ്. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ നാൻഡ് ഗേറ്റ്? യെസ് സാർ, നാൻഡ് ഗേറ്റ്. സുജിതയ്ക്ക് കിട്ടി അല്ലേ? പറഞ്ഞേ. നയന കിട്ടുന്നുണ്ടോ? സാലി കിട്ടുന്നില്ലേ? പറഞ്ഞേ. സജന ആൻസർ കിട്ടുന്നുണ്ടോ? യെസ്. സാലിക്ക് നാൻഡ് കിട്ടി. ഇനി ആരാ ഉള്ളത്? നയന പറഞ്ഞില്ലേ? നയനയും പറഞ്ഞായിരുന്നു അല്ലേ? എനിക്ക് കിട്ടിയില്ലേ? അപ്പൊ ഉറവായിട്ട് നമുക്ക് തിരിച്ചൊന്നുകൂടെ പറയാം. നോർ ആൻഡ് ഏതായിരിക്കും? ഇതൊന്നും ചെയ്തോളാ. നോർ ഗേറ്റ് അല്ലേ? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഓൾ ബാർ. നോർ ഗേറ്റ് കിട്ടും നമുക്ക്. എല്ലാവരും കിട്ടുന്നുണ്ട് അല്ലേ? ഇത് നമുക്ക് എന്താന്ന് പറയാം? ഡീജനറേറ്റീവ് സർക്യൂട്ട് തന്നെയാണ് ഇതെല്ലാം. ഡീജനറേറ്റീവ്. ഇത് എന്ത് തന്നെയാണ്? ഡീജനറേറ്റീവ്. എല്ലാവർക്കും ഓക്കെയാണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയും പറയാവുന്നത് എന്താ വെച്ചാൽ, ഒരു കാര്യം പറയട്ടെ. ഇതിനു മുമ്പുള്ള നമ്മുടെ സർക്യൂട്ട് പറയുകയാണെങ്കിൽ, ഈ പറഞ്ഞു വന്ന നമ്മൾ ഇവിടുത്തെ കേസ് ഇപ്പൊ നാൻഡ് കൊടുത്തു, അല്ലെങ്കിൽ നോറ് കൊടുത്തു. ഔട്ട്പുട്ട് എന്താണ്? നോറ് കൊടുത്ത സമയത്ത് നമുക്ക് POS ഫോമാണ് കിട്ടിയത്. ശരിയല്ലേ? ആ POS ഫോം കിട്ടിയ സമയത്ത് നമുക്ക് അത് ഡീജനറേറ്റീവ് സർക്യൂട്ട് വല്ലതും ആണോ? അല്ല, ഇതൊരു ഡീജനറേറ്റീവ് സർക്യൂട്ട് ഒന്നും അല്ല. ഓക്കെ അല്ലേ? ഇപ്പൊ ഇതിന്റെ മുന്നേ നമ്മൾ പറഞ്ഞ ഏതായിരുന്നു? SOP ഫോം. SOP ഫോം കിട്ടിയ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഏതാണ്? നാൻഡ് എന്ന് പറയുന്ന ഒരു ഡീജനറേറ്റീവ് ആണോ? അല്ല, നോൺ ഡീജനറേറ്റീവ്. ഈ സർക്യൂട്ട് ഒന്നും ഡീജനറേറ്റീവ് അല്ല. നമ്മൾ അത് കഴിഞ്ഞൊക്കെ നമ്മൾ പറഞ്ഞ സർക്യൂട്ടുകളാണ് ഡീജനറേറ്റീവ് ആയിട്ടുള്ളത്. അതിന് പറഞ്ഞാൽ നാൻഡ് നോറ് നാൻഡ് ഓറ്, അതിനുശേഷം നോറ് ആൻഡ്. ഇതെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതെല്ലാം ഡീജനറേറ്റീവ് ആണ്. നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അവസാനം നമ്മുടെ സ്ഥലത്തെത്തി. കെ മാപ്പ്. ഓക്കെ അല്ലേ? എല്ലാവരും റെഡിയാണോ കെ മാപ്പിന് വേണ്ടി? ഇവിടെ വരെ പറഞ്ഞു ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ? മുന്നോട്ട് പോട്ടെ. നയന, സാലി, സുജിത ഓക്കെ അല്ലേ? സജന, അനുശ്രീ പറയട്ടെ മുന്നോട്ട്. ഓക്കെ റൈറ്റ്. അപ്പൊ നമുക്ക് മുന്നോട്ട് പറയാം. കെ മാപ്പ് നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞു വരുന്നത് 4 എണ്ണമുള്ള എന്ന് പറഞ്ഞാൽ 2 വേരിയബിളേ ഉള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ എക്സും വൈ. എക്സിന് നമ്മൾ 0 കൊടുത്തു, എക്സിന് 1 കൊടുത്തു, വൈക്ക് നമ്മൾ 0 കൊടുത്തു, വൈക്ക് 1 കൊടുത്തു. ഓക്കെ. അപ്പൊ ഇത് ഏത് റെപ്രസെന്റ് ചെയ്യാൻ ചോദിച്ചാൽ മിൻ ടൈം 0. ഇതേത് റെപ്രസെന്റ് ചെയ്യാൻ ചോദിച്ചാൽ മിൻ ടൈം 1. ഇതേത് റെപ്രസെന്റ് ചോദിച്ചാൽ മിൻ ടൈം M1, M2, M3.
ഇവിടെ എല്ലാം ഒരു കാര്യമുണ്ട്, നമ്മുടെ ഫംഗ്ഷനിൽ മിൻ ടേം വരാത്ത ഏത് കോളത്തിലാണോ അവിടെ എല്ലാം ആരുണ്ട്, സീറോ ഉണ്ട്, അല്ലെങ്കിൽ ആ ഫംഗ്ഷന്റെ ഓപ്പോസിറ്റ് ഉണ്ട്. ശരിയല്ലേ? നമ്മൾ പറഞ്ഞായിരുന്നു ഇപ്പൊ ഇന്ന് തന്നെ രാവിലെ അവസാനം ചെയ്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇവിടെ പൈ എം എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊന്ന് എഴുതി പോവാം. ഈ വാല്യൂ എക്സ് വൈ സെഡ് 0 0 0 1 1 1 1 0. ഇവിടെ നമ്മൾ എഴുതിയപ്പോൾ ഏത് ബേസിലാണ് എഴുതിയത്? ഗ്രേ കോഡിന്റെ ബേസിൽ എഴുതി. അതുകൊണ്ട് തന്നെ ഇത് M0 നമുക്ക് അവിടെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. കളങ്ങളെല്ലാം അത് പറഞ്ഞു വെച്ച് വരാം. എക്സ് വൈ സെഡ് ഇപ്പൊ പറഞ്ഞ ഉദാഹരണം തന്നെ പറയാം. 0 1 0 0 0 1 1 1 1 0. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രേ കോഡാണ്. യൂണിറ്റ് ഡിസ്റ്റൻസ് കോഡ് യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറഞ്ഞു വരികയാണെങ്കിൽ ഈ പറയുന്ന ഇത് ഏതിനെ റെപ്രസെന്റ് ചെയ്യുന്നു? M0. കാരണം മൂന്നും 0 ആണ്. ഇത് M1, ഇത് M3, ഇത് M2, ഇത് M4, ഇത് M5, ഇത് M7, ഇത് M6. എല്ലാവർക്കും ഓക്കെയാണ്. ഇതേപോലെ തന്നെ നമ്മൾ വീണ്ടും പറയുന്നതാണ് 4. ABCD 0 0 0 1 1 1 1 0 0 0 0 1 1 1 1 0. എല്ലാം ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത് ഈ പോയിന്റ് ഏതാണ്? M0, ഇത് M1, ഇത് M3, ഇത് M2, ഇതേതാണ് M4, ഇത് M5. എല്ലാവരും എഴുതുന്നുണ്ട്, എല്ലാവർക്കും അറിയാം ഇത്, അതുകൊണ്ട് എഴുതി പോകുന്നതല്ലായിരിക്കും. M6. ഇത് വരുമ്പോഴത്തേക്ക് എത്ര കിട്ടി? 1 1 0 0. എത്രയാണ്? M പറഞ്ഞേ 1 1 0 0. എത്ര കിട്ടി? M12, M13, M15, M14. ഇതെത്രയാണ്? M8, M9, M11, M10. എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാല് ഈ പറഞ്ഞു വരുന്ന എങ്ങനെയാണ് നമ്മുടെ കെ മാപ്പിന്റെ കളം നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ എല്ലാം ഓക്കെയാണ്, എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞു വരുമ്പം നമ്മൾ ഇവിടത്തെ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ അല്ലെ, ഈ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 0 2 4 5 0 അല്ലേ വേണ്ട ഇത് വെച്ച് എഴുതാം. അപ്പൊ നമുക്ക് ഇത് 1 3 ഉണ്ട്, 6 ഉണ്ട്, ഈ പറഞ്ഞു വന്ന 6, ഇത് 7. ഓക്കെ അല്ലെ? ഇതിന്റെ എല്ലാം ഇപ്പുറത്ത് ആരുണ്ട്? 0 ഉണ്ട്. എന്ന് പറഞ്ഞാൽ 1 2 4 5 അവിടെ എല്ലാം 0 ഉണ്ട്. ഇത് രണ്ടും റെപ്രസെന്റ് ചെയ്യുന്ന ഒരേ ഫംഗ്ഷനെ തന്നെയാണ്. എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ആദ്യം ആ ഫംഗ്ഷനിൽ നമ്മൾ പറഞ്ഞത് 1 0 2 4 5 പൈ എം ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് വൈ സെഡ് പൈ എം 0 2 4 5 അല്ല എങ്കിൽ സിഗ്മ എം 1 3 6 7. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കൊടുക്കാം? 1 3 6 7 ആണ് കൊടുക്കുന്നെങ്കിൽ 1 3 6 7 ഒന്നും നോക്കാതെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 0 0 4 5 നമുക്ക് ഡൈലുമായിട്ട് കൊടുക്കാം. ശരിയല്ലേ? അപ്പോൾ ഈ രണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനെ തന്നെയാണ് ഉദ്ദേശിച്ചത്? ഒരേ ഫംഗ്ഷനെ തന്നെയാണ്. അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ 1 ഇല്ലാത്തടത്തെല്ലാം ആരുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 0 ഉണ്ട്. ആ 0യെ വെച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നത് നമുക്ക് എന്തായിരിക്കും? ഈ പറഞ്ഞു വന്ന നമ്മുടെ POS ഫോമായിരിക്കും. ഈ പറയുന്ന 1 വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും? SOP ഫോർമാറ്റ് ആയിരിക്കും. എല്ലാവർക്കും ഇത് അറിയാം, എങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന വരുന്ന ഇവിടെ നമ്മൾ ആദ്യം ഒരു പെയർ എടുത്തു. ഈ പെയറിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും?
ഈ പെയറിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും പറഞ്ഞേ. അതേപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞു വന്ന സീറോസിന്റെ കേസ് ചെയ്ത ഔട്ട്പുട്ട് എന്തായിരിക്കും? ഈ ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് ഈക്വൽ ടു എന്ത് ചെയ്തോളാം. നിങ്ങളൊന്ന് ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചെയ്തോളാൻ പറഞ്ഞത്. ഇതുകൂടെ ഒന്ന് ചെയ്ത് ഈ ആൻസർ അങ്ങ് ചെയ്തോ നിങ്ങൾ. ഈ പറഞ്ഞ ആദ്യത്തെ രണ്ട് പെയർ അങ്ങ് എടുത്താൽ വാല്യൂ ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്? എക്സ് ബാർ സെഡ് പ്ലസ് എക്സ് വൈ അല്ലേ? റൈറ്റ് എക്സ് ബാർ സെഡ് പ്ലസ് എക്സ് വൈ. ഇനിയും പി ഒ എസ് ഫോമിലോ എക്സ് ബാർ സെഡ് പ്ലസ് എക്സ് വൈ എല്ലാവരും കിട്ടുന്നുണ്ട് അല്ലേ? പി ഒ എസ് ഫോമിൽ വരുമ്പോൾ ഒരു കാര്യം ഓർത്തോളുക, ബാർ ഉള്ള എപ്പോഴാണ്? 1 ഉള്ളപ്പോഴാണ്. 0 എന്ന് പറഞ്ഞാൽ ബാർ ഇല്ല. നമ്മൾ എഴുതി അങ്ങനല്ലേ? ശരിയല്ലേ? ആ എക്സ് പ്ലസ് സെഡ് ഇൻറ്റു എക്സ് ബാർ പ്ലസ് വൈ. റൈറ്റ്. ആ വൈക്ക് ബാർ വരൂല. ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഇവിടെ നമുക്ക് ഡേഞ്ചർ ഉണ്ട്. ഇവിടെ 1 എന്ന് പറഞ്ഞാൽ ബാറുണ്ട്, 0 എന്ന് പറഞ്ഞാൽ ബാർ ഇല്ല. അത് ഓർക്കണം. മുമ്പത്തെ കേസിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ശരിയല്ലേ നയന? എക്സ് പ്ലസ് സെഡ് എഴുതിയത് നയന കറക്റ്റ് ആയിട്ടാണ്. പക്ഷെ എക്സ് ബാർ പ്ലസ് വൈയെ വരുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടി. ഇത് 0 ആണ്. ഈ ടേമിന്റെ നേരെ വരുന്നത് ഇവിടെ വരുന്ന ഈ രണ്ട് 1 ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് കിട്ടി? എക്സ് ബാർ ഇതിനകത്ത് എന്ത് കിട്ടി? 1 സെഡ് പ്ലസ് ഈ പറഞ്ഞ 1 അകത്ത് ഇവിടെ 1 ഉണ്ട്. അപ്പൊ എക്സ് പിന്നെന്താ ഉള്ളത്? ഈ പറഞ്ഞ 2 1 ഉള്ളത് വൈ ആണ്. അപ്പൊ വൈ കിട്ടി. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കും. രണ്ടാമത്തെ കേസ് ഏതാ ചോദിച്ചാൽ ഇതാണ്. ഒന്നിതും ശരിയല്ലേ? അപ്പോൾ ഇതില് ആദ്യം നമുക്ക് എക്സ് ബാർ പറഞ്ഞു. ഇത് എക്സിന്റെ 0 ടൈം അല്ലേ വരുന്നത്. അപ്പൊ എക്സ് ബാർ ആണ്, അല്ലെങ്കിൽ എക്സ് 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ വെറും എക്സ് തന്നെയാണ്. പ്ലസ് ഈ പറഞ്ഞ ഇതിന്റെ കൂടെ രണ്ടിടത്ത് വരുന്നത് സെഡ് ആണ്. സെഡും 0 ആണ്. അതുകൊണ്ട് സെഡ് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഉറപ്പായിട്ട് ഓർത്തോളാം. എന്താണ്? ബാർ ഇല്ല. ബാർ ഉണ്ടെങ്കിൽ അവിടെ എന്താണ്? 1 ആണ്. എല്ലാം ക്ലിയർ ആണ്. പി ഒ എസ് ഫോമിൽ അങ്ങനെയാണ്. ശരിയല്ലേ? ഇനി അടുത്ത ടേം ഇതാണ്. ഇപ്പൊ നമ്മൾ അതിനോട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഇതാണ് അടുത്ത ടേമിൽ. നമുക്കറിയാം 1 ആണ് എക്സ്. അതുകൊണ്ട് തന്നെ എക്സ് ബാർ ഇട്ട് കഴിഞ്ഞു. പ്ലസ് ഇനിയും നമുക്ക് ഇവിടെ എന്താണ്? വൈ 0 ആണ് രണ്ടിടത്ത് കോമൺ ആയിട്ട്. അതുകൊണ്ട് വൈ എന്ന്. ഓക്കെ അല്ലേ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? യെസ്, 1 ആണ് എടുക്കുന്നത് 0 ആയിട്ട്. ഇന്നലെ ഉണ്ടായിരുന്നില്ല നയന. അതാണ് ഈ സംശയങ്ങൾ. ഞങ്ങൾ ഇന്നലെ ഉണ്ടല്ലോ ഇത് തന്നെ ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ ഇതിനെ മനസ്സിലോട്ട് കയറ്റിയിരിക്കുക. പി ഒ എസ് ഫോം നമ്മൾ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറയും. അത് എന്തിനാണെന്നറിയോ? ഇങ്ങനെ മനസ്സ് ഇത് തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം ഇതെന്നാന്നറിയോ? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാക്സ് ടേം കണ്ടുപിടിക്കുന്ന സമയത്ത് നയനെ ഓർത്തോളുക, മാക്സ് ടേം എഴുതുന്ന സമയത്ത് 0 എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല. ബാർ ഉള്ളപ്പോൾ 1 ആണ്. ഇപ്പൊ ആ മാക്സ് ടേം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നതും. ഇപ്പൊ ഈ ടേം എഴുതിയേക്കുന്ന പി ഒ എസ് ഫോമിൽ നമുക്ക് മാക്സ് ടേമിനെയാണ് നമ്മൾ മിനിമൈസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടേണ്ടതും പി ഒ എസ് ഫോം ആണ്. ആ പി ഒ എസ് ഫോമിൽ 0 എന്ന് പറഞ്ഞാൽ ബാർ ഇല്ല, 1 എന്ന് പറഞ്ഞാൽ ബാർ ഉണ്ട്. ഇനി എല്ലാം ഓക്കെയാണ്. അതിനെ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. നമ്മൾ ഈ പറഞ്ഞ കെ മാപ്പ് ചെയ്യുന്ന സമയത്ത് പി ഒ എസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് കുറച്ചുകൂടെ ജാഗ്രത കൊടുത്തേക്കുക. ഒന്ന് ശ്രദ്ധിച്ചോളുക. അവൻ ആള് ഡേഞ്ചറാണ്. നമ്മൾ നമ്മുടെ സ്വഭാവം വെച്ചിട്ട് 0 എടുത്ത് ചുമ്മാ ഇട്ട് കളയും, ബാർ എന്ന് പറഞ്ഞ് അത് പണി കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ സജനയ്ക്കും കിട്ടി ആദ്യം. ഓക്കെ തെറ്റിപ്പോയായിരുന്നു അല്ലേ? അത് കുഴപ്പമില്ല. ഇതാ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, പരിപാടി തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടല്ലോ, ഒരു മിനിറ്റ് കൂടെ ശ്രദ്ധിക്കും. നമ്മൾ മാക്സിമം ആദ്യം നമുക്ക് നോക്കും ഒക്ടറ്റ് കിട്ടാൻ. ഇതിനെ നമ്മൾ വിളിക്കുന്നത് വേറെ ഒക്ടറ്റ് എന്ന്. ഈ ഒക്ടറ്റ് വരുന്ന സമയത്ത് എത്ര വേരിയബിൾ ആണ് പുറത്തു പോകുന്നത് പറയാമോ? ഇപ്പൊ ഈ പറയുന്ന ഒക്ടറ്റിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പൊ ഞാൻ 1 വരച്ചേക്കുന്നുണ്ട്. ആ 1ൽ നിന്ന് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് എന്ന് പറയാമോ നിങ്ങൾ? ഇപ്പൊ വരച്ചിരിക്കുന്ന ഒക്ടറ്റ് 8 1s വരച്ചിട്ടുണ്ട് അടുപ്പിച്ച്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഒക്ടറ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് എ ബാർ ആണ് അല്ലേ? റൈറ്റ്. എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതിൽ കോമൺ ആയിട്ട് വരുന്ന ഒറ്റ ടൈമേ ഉള്ളൂ എ ബാർ. ബാക്കിയുള്ള 3 വേരിയബിൾ പുറത്തുപോയി. അപ്പൊ ഒക്ടറ്റ് വരുമ്പോൾ എത്ര വേരിയബിൾ പുറത്തുപോയി?
3 വേരിയബിൾ പുറത്തു പോയി. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എ ബാർ? ഓക്കെ അല്ലേ? ഈ പറഞ്ഞു വരുന്ന ഒക്ടറ്റ് നമ്മൾ ഒറ്റ ഒക്ടറ്റ് ആക്കി. അങ്ങനെ ഒക്ടറ്റ് ആണെങ്കിൽ പുറത്തോട്ട് കിട്ടുന്ന ടേം ഏതായിരിക്കും? കോമൺ ആയിട്ടുള്ള ഇത് ടേം ആയിരിക്കും. അത് എ ബാർ ആണ്. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഓക്കെ, എല്ലാവർക്കും കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ ഇനി നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ ചോദിച്ചാല്, ഈ പറഞ്ഞു വരുന്ന നമ്മൾ ഇവിടെ ചെയ്യുന്നത്, ഇവിടെ നമ്മളൊരു കോഡ് എടുത്തു. ഇതിനെ വിളിക്കുന്ന പേര് കോഡ്. ഇതിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുന്നത് ഏതായിരിക്കും എന്ന് പറഞ്ഞാൽ, ഈ കോഡിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഈ കോഡിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ഈ കോഡിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? എ സി കിട്ടും അല്ലേ? എല്ലാവർക്കും കിട്ടുന്നുണ്ട്. റൈറ്റ്. എ സി കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ പറയാം. നമ്മൾ എന്തുകൂടെ ചെയ്തു? ഈ ഒരു പെയറൂടെ ചെയ്തു. ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഈ പെയറിന്റെ ഔട്ട്പുട്ട്. കോഡ് ചെയ്തപ്പോഴും നമുക്ക് ഒരു കാര്യം മനസ്സിലായി, 2 വേരിയബിൾ പുറത്തു പോയി. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്മൾ ചെയ്യുന്നത് പെയറാണ്. പെയർ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? അപ്പൊ ഇവിടെ നമുക്ക് ഒരാളെ ഒഴിവാക്കി. ഈ പറഞ്ഞ പെയർ വന്നപ്പോൾ ഒരാളെ ഒഴിവാക്കി. ഇനി നമുക്കുള്ളത് സിംഗിൾ എൻട്രി ആണ്. ഇങ്ങനെ ഒരു 1 ഇവിടെ മാത്രമായിട്ട് വന്നിരുന്നാൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? അതിന് വേറെ വകുപ്പൊന്നുമില്ല. സിംഗിൾ എൻട്രി ആണെങ്കിൽ അതിൻ്റെ അകത്ത് വേറെ വല്ലതും പുറത്തു പോകുന്നുണ്ടോ? ഇല്ല. നമുക്ക് ആ പറഞ്ഞ മിൻടേം തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഏതായിരിക്കും കിട്ടുന്നത്? M12 ആയിരിക്കും കിട്ടുന്നത്. 1100 തന്നെയായിരിക്കും ആൻസർ വരുന്നത്. പറഞ്ഞു വന്ന് ഈ എ ബാർ അല്ല ABCD കിട്ടും. C ബാർ D ബാർ കിട്ടും അല്ലെ? എല്ലാവർക്കും ഓക്കെയാണ്. ABC ബാർ D ബാർ ഈ പറഞ്ഞ എൻട്രി മാത്രമായിട്ട് എടുക്കുകയാണ്. എല്ലാം ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ ഇനിയും പറയുന്നതെന്നറിയോ, നമ്മൾ ആദ്യം എന്തിലോട്ടേ പോകുള്ളൂ? ഏതെങ്കിലും രീതിയിൽ ഒക്ടറ്റ് കിട്ടുമെന്ന് നോക്കും. കാരണം മിനിമൈസ്ഡ് സിംപ്ലിഫൈഡ് സൊല്യൂഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞു വന്ന മിനിമൈസ്ഡ് സിംപ്ലിഫൈഡ് സൊല്യൂഷൻ നമ്മൾ ചെയ്തപ്പം നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഈ പറഞ്ഞു വന്ന നമ്മുടെ ആൻസർ കിട്ടി. ഇതിലൂടെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ പറഞ്ഞ് ഇവിടെ നമ്മൾ ചെയ്തു വന്നപ്പോഴല്ലോ, ഇവിടെ നമ്മൾ ചെയ്തു വന്നപ്പം ഈ ഒരു ഫംഗ്ഷൻ കണ്ടോ? ഇത് നമ്മൾ ചെയ്തു തുടങ്ങിയത് എവിടെ നിന്നറിയോ? ഈ ഫംഗ്ഷനിൽ നിന്ന്. ആക്ച്വലി നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ ഇത് കിട്ടിയായിരുന്നു നമുക്ക്. മറ്റേ ഇതിന്റെ കൂടെയുള്ള വേറെ സൊല്യൂഷൻ കിട്ടി. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തു വന്നപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അവസാനം ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയത്. എന്നിട്ട് നമ്മൾ വീണ്ടും സോൾവ് ചെയ്തു. ശരിയല്ലേ? ഇതാണ് ഇവിടെ സോൾവ് ചെയ്തത്. ഇതിന് 2 സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തി. കണ്ടോ നിങ്ങൾ? ഒരേ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് 2 സൊല്യൂഷൻ കിട്ടി. ഏതിന്റെ കേസ് വന്നപ്പോൾ? കെ മാപ്പ് വന്നപ്പോൾ. നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായിരിക്കും. കെ മാപ്പ് വരുന്ന സമയത്ത് ഒരു ഫംഗ്ഷൻ തന്നെ മേ ബി 2 or 3 സൊല്യൂഷൻ ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും നമ്മുടെ കെ മാപ്പ് വഴിയായിട്ട്. അതാണ് ഈ കെ മാപ്പിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ്. അതാണ് നമ്മൾ ആദ്യ ദിവസം പറഞ്ഞത്. ബൂളിയൻ ഓൾജിബ്ര വെച്ചൊരു സൊല്യൂഷൻ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം നമ്മൾ ചെയ്തു പോകുന്ന മെത്തേഡ് ശരിയല്ലെങ്കിൽ നമുക്ക് ആൻസർ കിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കെ മാപ്പിൽ നമുക്ക് എല്ലാ സൊല്യൂഷനും കാണാനും പറ്റും. കൃത്യതയോടെ പറയാൻ പറ്റും എത്ര സൊല്യൂഷൻ ഉണ്ടെന്നും ആരൊക്കെയാണ് സൊല്യൂഷൻ, ഇനി ഏതൊക്കെ സൊല്യൂഷൻ എവിടെയൊക്കെ വരുമെന്നുള്ളത്. POS എങ്കിൽ POS, SOP എങ്കിൽ SOP, ഏത് ഫോമിലുള്ള ഫോർമാറ്റിലുള്ള ആൻസർ നമുക്ക് കിട്ടും. ശരിയല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ പറഞ്ഞു വരുന്നത്? ഓക്കെ അല്ലേ പറഞ്ഞ്? അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇതൂടെ പറയാം. നമുക്കൊരു 3 വേരിയബിൾ ആദ്യം പറയാം. സീറോ 1 0 0 0 1 1 1 1 0. ഈ കേസിൽ ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ എങ്കിൽ വാല്യൂ എന്തായിരിക്കും? ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്തായിരിക്കും? ഇത് NOR B XOR C ആണെങ്കിൽ എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒബിയസ്ലി പറയാം A XOR B XOR C. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് പെയർ തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏതെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ 000 0
മൂന്നും 0 ആകുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം സെയിം ആകുന്ന കണ്ടീഷനിൽ ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് ഈ പറഞ്ഞ പോലെ 1 ആകുന്നുണ്ടെങ്കിൽ അത് എക്സ്നോറും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, എല്ലാ ഡിഫറൻറ്റ് പോയിന്റിലും വാല്യൂസ് ഉണ്ടാകണം. ഇവിടെ നോക്ക്, ഈ ഡിഫറൻറ്റ് വാല്യൂ ഇതില് ഒരെണ്ണം പോലും പെയറും ആക്കാൻ പറ്റില്ല, എന്നാൽ എല്ലാ ഡിഫറൻറ്റ് പോയിന്റിലും വാല്യൂ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 000 വാല്യൂ ഉണ്ടെങ്കിൽ അത് എക്സ്നോറും. മറ്റേ രീതിയിൽ ഇപ്പൊ ഇതുപോലെയാണെങ്കിൽ ഈ കണ്ടീഷനിൽ എല്ലാ ഡിഫറൻറ്റ് കണ്ടീഷനിലും പെയർ ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിലുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? എക്സ് ഓറും ആയിരിക്കും. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ അല്ലേ പറഞ്ഞത്? എക്സ് ഓർ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ പറയുമ്പോൾ 4 കേസുകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്ക്. ഇത് ഇങ്ങനെ പോകും, ശരിയല്ലേ? ഇതേതാ കണ്ടീഷൻ? ഇതേതാ കണ്ടീഷൻ? നമ്മൾ ABCD എഴുതിയേക്കാം. സീറോ 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 1 1 1 1 0. ഇതേതാ കണ്ടീഷൻ വരുന്നത്? എക്സ് നോർ, ശരിയല്ലേ? 000 ഉള്ളതുകൊണ്ട് എക്സ് നോറാണ്. എ എക്സ് നോർ, ബി എക്സ് നോർ, സി എക്സ് നോർ, ഡി. എല്ലാവർക്കും ക്ലിയർ ആണ്? സാലി, സജന എല്ലാവർക്കും ഓക്കെ ആണ് അല്ലേ? പറഞ്ഞ അനുസരിച്ച് ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറയുന്നത് പറയോ, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കാര്യം പറയോ, നമ്മുടെ ഈ കേസിൽ ABC 000 1 1 1 0 0 1. ആക്ച്വലി ഇതിനകത്ത് എത്ര കോഡ് ഉണ്ടാക്കാൻ പറ്റും? കോഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. കോഡെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ പറഞ്ഞു വന്ന നമ്മുടെ 4 കണ്ടീഷൻ, ശരിയല്ലേ? ഇതൊരു കോഡാണ്. എന്റെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ അകത്ത് എത്ര കോഡ് വരും എന്നുള്ളത്. ഒരു കെ മാപ്പ് ഇപ്പം 8 ഇതുള്ള അല്ലെങ്കിൽ 3 വേരിയബിൾ ഉള്ള കേസിൽ എത്ര കോഡുകൾ അതിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ പറ്റും? അല്ലല്ല, എ ബാർ നിങ്ങൾ അനുസരിച്ച് പറയണ്ട, അത് മനസ്സിലായി, എ ബാർ തന്നെയാണ് വരുന്നത്. ഇത് പറഞ്ഞാൽ മതി. അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പിന്നെ സമയം എടുക്കുമല്ലോ. ഈ പേരിന്റെ വാല്യൂ തന്നെ പറഞ്ഞാൽ മതി അനുസരിച്ച്. പേരിന്റെ വാല്യൂസ് ഉണ്ടല്ലോ, M0 M1 M2 M3 M2 M3. രണ്ടാമത്തെ കേസ് M4 M5 M6 M7. അതേപോലെ തന്നെ നമുക്കൊരു കോഡ് ഇപ്പുറത്ത് പറയാം, എന്താണ്? 0145. റൈറ്റ് 1357 1357. ആഹാ, കിട്ടിയല്ലോ. ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് അത് കിട്ടില്ലെന്നാണ്. 3267. റൈറ്റ്. ബാക്കിയോട് പറഞ്ഞേ. M0 M1 M2 M3 റൈറ്റ് ആണ്. M3 M2 അതെല്ലാം ഓക്കെ തന്നെ. M2 M3 M4 M5 M6 M7. അപ്പൊ കിട്ടിയല്ലോ. നമുക്കിപ്പോ 5 കിട്ടി, ഒരെണ്ണോടെ വരുന്നുണ്ട് അല്ലേ? അതേതാണ് വാല്യൂ? ആരും ആ വാല്യൂ എഴുതി കണ്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ടോട്ടൽ 6 04 0 to 46. റൈറ്റ്. അതുകൂടെ കിട്ടിയ എല്ലാവർക്കും റൈറ്റ് ആണ്. ഇങ്ങനെ ഒരെണ്ണോടെ വരുന്നുണ്ട് അല്ലേ? ഇങ്ങനൊരു കോഡൂടെ വരുന്നുണ്ട്, അത് 6. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് കാഴ്ചകൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇതെല്ലാം ചർച്ച വെക്കുന്നത് കേട്ടോ. കാരണം കോഡ് കാണാൻ നമുക്ക് പറ്റണം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് അത് കോഡിലേക്ക് പോകാൻ വേണ്ടിയാ ഇങ്ങനെയുള്ള നമ്മളെ ക്വസ്റ്റ്യൻ ഒക്കെ ഇടുന്നത്. അല്ലാതെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കണമെന്നില്ല, പക്ഷെ നമുക്ക് ആ കോഡ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൻസർ കിട്ടും. അതുകൊണ്ടാണ് ഈ കോഡ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഏതാണ്? ഇവിടെ എല്ലായിടത്തും വാല്യൂ ഉള്ള സമയത്ത് ഇങ്ങനെ ഒരു കോഡ് കിട്ടും. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? 0 to 46. എല്ലാവർക്കും ഓക്കെ അല്ലേ? അത് 0 to 46 ഓക്കെയാണ്. 0 to 46 എല്ലാവർക്കും ഓക്കെയാണ്. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പതുക്കെ ഒന്ന് കയറാം. നമുക്കൊരു ഫംഗ്ഷൻ എഴുതുകയാണെങ്കിൽ സിംപ്ലിഫൈ f of ABC is equal to sigma m 0 2 3 4 6 a bar b അല്ലേ? റൈറ്റ്. ഇപ്പോഴും നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ശരിയല്ലേ? ഇവിടെ അനുസരിച്ച് നമ്മൾ മുമ്പേ പറഞ്ഞ ആ കോഡാണ്
ക്വസ്റ്റ്യനിലുള്ള മെയിൻ ടിപ്പിക്കൽ പോയിന്റ്. ആ കോഡ് കാണാൻ പറ്റില്ലെങ്കിൽ സി ബാർ കിട്ടൂല. ശരിയല്ലേ അനുസരി? ഓക്കെ റൈറ്റ്.